നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലാണ് പോലീസ് ഒരു ബലാത്സംഗ കേസ് കൂടി നിതീഷിനെതിരെ ചുമത്തിയത്. നേരത്തെ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിന് കേസെടുത്തിരുന്നു. സുഹൃത്തിന്റെ സഹോദരിയെ വിവാഹദോഷം മാറാനാണെന്ന പേരിൽ പ്രതീകാത്മകമായി കല്യാണം കഴിക്കുകയായിരുന്നു. തുടർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പലതവണ ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. തെങ്ങിൻ പൂക്കുല ചാരായവുമായി രണ്ടുപേരെ എക്സൈസ് പിടികൂടി. തൃശൂർ ചൊവ്വൂർ കല്ലുങ്ങൽ ഗോപാലന്റെ വീട്ടിൽ നിന്നാണ് 60 ലിറ്റർ ചാരായം ചേർപ്പ് എക്സൈസ് പിടികൂടിയത്. ചോവൂർ സ്വദേശി പാറക്കോവിൽ ജിജോമോൻ, പുത്തൂർ സ്വദേശി യദുകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. 1 ലിറ്ററിന് 1500 രൂപയ്ക്കാണ് ചാരായം വിറ്റിരുന്നത്. 90,000 രൂപയുടെ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഈസ്റ്റർ, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത്. തെങ്ങിൻ പൂക്കുലയും ഔഷധക്കൂട്ടും ഇട്ട് വാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. ഇത്തരത്തിൽ വാറ്റിയ ചാരായത്തിന് വൻ ഡിമാൻഡാണ്. ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചതിൽ ദുരൂഹത. അമിത വേഗതയിലെത്തിയ കാർ ലോറിയിൽ ഇടിപ്പിച്ചതായാണ് പോലീസിന് സംശയം. നൂർനാട് സ്വദേശി അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത്. സഹ അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞെത്തിയ അനുജയെ വാഹനം തടഞ്ഞ ഹാഷിം കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തുമ്പമൺ സ്കൂളിലെ അധ്യാപികയാണ് അനുജ. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനുജയും ഹാഷിമും മരിച്ചു. കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 2 വാഹനങ്ങളിൽ നിന്നുള്ള ഇന്ധനം റോഡിൽ നിറഞ്ഞിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് ഇന്ധനം നീക്കം ചെയ്തത്. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 1700 കോടി രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. 2017-18 മുതൽ 2020-21 വരെയുള്ള വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കമാണ് ഈ തുക. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് നടപടി. ജനാധിപത്യ വിരുദ്ധവും യുക്തിരഹിതവുമായ നടപടിയെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. നിയമപോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. 4 വർഷത്തെ ആദായ നികുതി വകുപ്പ് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്കെതിരെ കോൺഗ്രസ് സമർപ്പിച്ച 4 ഹർജികൾ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. നേരത്തെ 3 വർഷത്തെ ഹർജികൾ തള്ളിയ അതേ കാരണത്താൽ ഈ ഹർജികളും തള്ളുകയാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ മാസം 25-ന് 3 ഹർജികൾ തള്ളിയത്. ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ പരാതി നൽകുമെന്ന് കെ ശൈലജ. തന്റേതുൾപ്പെടെ പല LDF നേതാക്കളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് വളരെ വൃത്തികെട്ട രീതിയിലാണ് UDF പ്രചാരണം. അത് അനുവദിക്കാനാകില്ലെന്നും ശൈലജ പറഞ്ഞു. വടകരയിൽ പ്രചാരണം തുടങ്ങിയത് മുതൽ കെ ശൈലജയ്ക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങൾ UDF ഉന്നയിക്കുന്നുണ്ട്. കോവിഡ് കള്ളിയെ കെട്ടിക്കെട്ടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോകളിലും മറ്റും ഉന്നയിക്കുന്ന UDF പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ പ്രചാരവും നൽകുന്നു. ഒരു ഭാഗത്ത് കോവിഡ് ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് UDFന്റെ ഈ പ്രതിരോധം. പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായി നടത്തിയ ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിച്ചാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ശൈലജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.